കാഴ്ചക്കുല സമർപ്പണത്തോടെ മോതിരംപറ്റ മഹാദേവ ക്ഷേത്രത്തിൽ ഓണാഘോഷം തുടങ്ങി. മാതൃസമിതി രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യ ഓണം. പുലർച്ചെ തന്നെ സ്ത്രീകളും കുട്ടികളുമെല്ലാം കുളിച്ച് കോടിയുടുത്ത് ക്ഷേത്രത്തിലെത്തി. അവകാശമുള്ളവർക്കെല്ലാം ഓണപ്പുടവ കിട്ടി. പിന്നീട് പൂക്കളം ഒരുക്കുന്നതിൻ്റെ തിരക്കായിരുന്നു. കൊച്ചുമെടുക്കികളും അമ്മമാരും ആ പൂക്കളത്തിനു മുന്നിലിരുന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുമെല്ലാം തുടങ്ങി. ശേഷം തലേ ദിവസം തുടങ്ങിവെച്ച സദ്യയുടെ പണികൾ പൂർത്തിയാക്കാനും തുടങ്ങി. ഒരു ദേശത്തുള്ള എല്ലാ കുടുംബങ്ങളും ചേർന്നൊരു ഓണാഘോഷം. ഒരു പക്ഷേ ഇവിടത്തുകാർക്കിത് ആദ്യത്തെ അനുഭവം തന്നെയാവാം. സാധാരണ അവനവൻ്റെ വീട്ടിൽ സദ്യ ഒരുക്കി തൻ്റെ കുടുംബത്തോടൊപ്പം ഇരുന്ന് അങ്ങ് കഴിക്കാറാണല്ലോ പതിവ്. അതിന് വിപരീതമായി മോതിരംപറ്റക്കാർക്ക് ഇത്തവണത്തെ ഉത്രാടം. അല്ലെങ്കിലും ഒരുമ, ഐക്യം, സ്നേഹം, സേവനം എന്നിവയെല്ലാം കാണുന്നത് ക്ഷേത്ര സങ്കേതങ്ങളിലാണല്ലോ. മാതൃസമിതിയിലെ എല്ലാവരും ചേർന്നൊരു ഫോട്ടോ എടുത്തു. പിന്നെ പിതൃസമിതിയും. പൊതുവെ ഉത്രാടത്തിനു മാദേവരെ വെച്ചാൽ പൂവിളിക്കുന്ന പതിവുണ്ടിവിടെ. ഞങ്ങളും പൂവിനെ നീട്ടി വിളിച്ചു. അപ്പോഴേക്കും വിഭവങ്ങളെല്ലാം ഒരുങ്ങിയിരുന്നു. ഒരുമയോടെ ഉത്സാഹത്തോടെ ഒരോണം. കുട്ടികൾക്കും അതൊരു ഒത്തുചേരലായി. തിരുമേനിയുടെ മുല്ലപ്പള്ളി മനയുടെ തളത്തിൽ കാളനും ഓലനും സാമ്പാറും ചോറും അവിയലും തോരനും എന്തിന് ചുക്കുവെള്ളം ഉൾപ്പെടെ എല്ലാം റെഡിയായിരുന്നു. ഓണസദ്യ നടത്തണമെന്ന ആഗ്രഹം അറിയിച്ചപ്പോൾ ആലുവയിലെ മേൽശാന്തിയായിരിക്കുന്ന തിരുമേനി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. ഇവിടത്തുകാർക്ക് കൺകണ്ട മഹാദേവൻ തന്നെയാണ് തിരുമേനി, സാക്ഷാൽ അന്നദാതാവ്. സദ്യയൊരുക്കം കഴിഞ്ഞ് വിശ്രമിച്ചു ആണുങ്ങൾ. എന്ത് വിശേഷമുണ്ടെങ്കിലും വിളക്കത്ത് വിളമ്പണമെന്നാണല്ലോ. മാതൃസമിതിക്ക് ഇതിലും വലിയൊരു വിശേഷമെന്ത്? ഭദ്രേച്ചി വിളക്കത്ത് വിളമ്പാൻ തുടങ്ങി. അതിനെ തുടർന്ന് മാതൃസമിതിയിലെ ഓരോ അമ്മമാരായി വന്ന് വിളക്കിന് മുൻപിൽ എല്ലാ വിഭവങ്ങളും വിളമ്പി. അതൊരു വലിയ കൂട്ടായ്മ തന്നെയായിരുന്നു. വളരെയധികം സന്തോഷം തോന്നി ആ ഒരു കൂട്ടായ്മ കണ്ടപ്പോൾ. അതെ, ഇതാണ് ഓണം, ഉത്രാട സദ്യ. ഇതിൽ വളരെ ദൂരത്തു നിന്നും പുലർച്ചെ 4 മണിക്കൊക്കെ എത്തിയവരും ഉണ്ടായിരുന്നു. ഇതാണ് ഒരുമ, ഐക്യം, സ്നേഹം, സേവനം. ഓണം, നല്ലോണം. അന്നപൂർണയായ പാർവതീദേവിയെ പോലെ തവിയേന്തിയ അമ്മമാർ നിറഞ്ഞ മനസ്സോടെ എല്ലാ വിഭവങ്ങളും വിളമ്പി. ബാക്കി വന്ന അമ്മമാർ വീണ്ടും വിളമ്പി. അതെ, ഇലവട്ടങ്ങളാൽ നിറഞ്ഞു. നിറവാണല്ലോ ഓണം. പണ്ടൊക്കെ കുഞ്ഞുങ്ങൾ എനിക്ക് നല്ലോണം വേണം എന്നാവശ്യപ്പെടുമ്പോൾ അമ്മമാർ പറയുമായിരുന്നു അത്രേ, നല്ലോണം തിരുവോണത്തിൻ്റെ അന്നാണ് എന്ന്. പക്ഷേ ഇന്ന് ഇവിടെ ഉത്രാടത്തിന് നല്ലോണം കണ്ടു. എല്ലാം നിറഞ്ഞു കത്തുന്ന നിലവിളക്കിന് മുൻപിൽ വിഭവങ്ങൾ നിരന്നു. അങ്ങനെ ഉത്രാട സദ്യ തുടങ്ങി. കുട്ടികളുടെ ഊണായിരുന്നു കാണാൻ രസം. അവരുടെ വാശിയും ദേഷ്യവും എല്ലാം വളരെ രസകരമായി. ചില വിരുദ്ധന്മാർ അടുത്ത ഇലയിലേക്ക് പഴം നുറുക്ക് നീക്കി വച്ചു. നാണിക്കാതെ ഇഷ്ടമുള്ളതെല്ലാം അവർ ചോദിച്ച് വാങ്ങിക്കഴിച്ചു. വറുത്തുപേരി ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി. സത്യത്തിൽ അവരാണ് ശരിക്കും ഈ കൂട്ടായ്മ ആസ്വദിച്ചത്. വീട്ടിലാണെങ്കിൽ ഇത് ഇത്ര മധുരതരമാവുമായിരുന്നോ? അതുകൊണ്ട് തന്നെ ഒരമ്മ നമുക്കിനിയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടണമെന്ന് പറഞ്ഞു.
നാലമ്പല യാത്രയിൽ വന്ന ആ അടുപ്പത്തിന് ഒന്നുകൂടി ഒരു കെട്ടുറപ്പ് കൂടിയതായി എനിക്ക് തോന്നി. എല്ലാം പരിചയമുള്ള മുഖങ്ങൾ, ഇടയ്ക്ക് ചില പുതിയ മുഖങ്ങളും കണ്ടു. അതെ, ഈ കൂട്ടായ്മ വളരുകയാണ്. മാതൃസമിതിയിൽ അംഗങ്ങൾ കൂടി വരുന്നു. എല്ലാത്തിനും പൂർണ്ണ പിന്തുണയോടെ കമ്മിറ്റിക്കാരും തിരുമേനിയും. സർവോപരി മഹാദേവന്റെ അനുഗ്രഹം. അതെ, അതില്ലാതെ ഇതൊന്നും നടക്കില്ല. എല്ലാം അവിടെ തീരുമാനിച്ചതാണ്. നമ്മളെല്ലാം ഒരു നിമിത്തം മാത്രം. വയസ്സായവരും കുട്ടികളുമെല്ലാം ഒരുപോലെ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ആസ്വദിച്ച് സദ്യ ഉണ്ടു. ഓണം ക്ലബ്ബുകാർക്ക് വേണ്ടിയും സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുമുള്ള ആഘോഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഓണത്തിനു വേണ്ടി ഒരു ഓണമൊരുക്കി ഇവിടെ മഹാദേവ മാതൃസമിതി. പണ്ടത്തെ പോലെ പൂക്കളമൊരുക്കിയും പൂവിളിച്ചും അവനവൻ തന്നെ വെച്ച് ഒരുക്കിയും ഒരു വലിയ സദ്യ, ഒരു കൂട്ടായ്മ, ഒന്നിച്ചിരുന്നൊരു ഓണം. ആദ്യമായല്ലേ ചെറിയ തോതിൽ കഴിക്കാമെന്ന് കരുതിയെങ്കിലും അങ്ങനെ ആയില്ല. അത് മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് വലിയ പരിപാടി തന്നെയായി മാറി. ക്ഷണിക്കാത്ത അതിഥികളും കയറി വന്ന് സദ്യയിൽ പങ്കാളികളായി. അതിൽ മനസ്സു നിറഞ്ഞു എല്ലാവർക്കും. തനിയെ കഴിക്കാത്ത കൊച്ചു കുറുമ്പികളും ഇലയും വട്ടങ്ങളും കണ്ടപ്പോൾ ഇതെന്ത് എന്ന പോലെ ചാടി കയറിയിരുന്ന് ഊണ് തുടങ്ങി. വീഡിയോ എടുക്കുകയാണെന്നറിഞ്ഞപ്പോൾ നാണമായി ചിലർക്ക്. ഈ പ്രായത്തിൽ എന്നും യൂട്യൂബിൽ കാണാമെന്ന് പറഞ്ഞപ്പോഴോ ആവേശമായി ചിലർക്ക്. ഏതായാലും ഇന്ന് കഴിച്ചവരെ എല്ലാം ഇതിൽ കാണുമല്ലോ അല്ലേ ടീച്ചറെ എന്ന് ചോദിച്ചു ചിലർ. 1, 2, 3 പന്തി കഴിഞ്ഞിട്ടും മാതൃസമിതിക്കാരിരുന്നില്ല. അതെ, അതാണ് അമ്മമാർ. അമ്മമാരുടെ ഉത്തരവാദിത്തം അവരെല്ലാം ശരിക്കും നിറവേറ്റി. ചിലരെല്ലാം ഇടയ്ക്ക് വെച്ച് ഓണക്കോടി മാറ്റി വന്നു. കാരണം ഇനിയല്ലേ പണി. കരി പുരണ്ടവരെ എല്ലാം വെണ്ണീരിട്ട് കുളിപ്പിക്കണം. ബാക്കി വന്ന വിഭവങ്ങൾ പലർക്കും വീതം വെച്ച് നൽകണം. കുറച്ച് അടുത്തുള്ള മുസ്ലിം വീടുകളിലേക്കും കൊടുത്തു. ഒരു സദ്യക്കുള്ള എല്ലാ പാത്രങ്ങളും സൗകര്യങ്ങളും ആ മനയ്ക്കുള്ളിലുണ്ടായിരുന്നു. കലശക്കുടങ്ങളടക്കം, വിളക്കുകളും കിണ്ടിയും മറ്റൊരു വക. എങ്ങോട്ട് തിരിഞ്ഞാലും സമൃദ്ധി, നിറവ്, സന്തോഷം. എല്ലാവരും ആശംസിക്കുന്നത് പോലെ സമൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെ, സ്നേഹ നിറവിൻ്റെ, കൂട്ടായ്മയുടെ ഓണമുണ്ട്. ഓരോരുത്തരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു തുടങ്ങി. ഏതായാലും അവസാന പന്തിക്ക് മുമ്പായി ഞാനും കയറിയിരുന്നു. വളരെ രുചികരമായ സദ്യ. പ്രത്യേകിച്ചൊരു ദേഹണ്ണക്കാരന് ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെയായാവോ എന്ന് ഉള്ളിൽ തോന്നിയിരുന്നെങ്കിലും കഴിച്ചപ്പോൾ സന്തോഷമായി. നല്ല സദ്യ. ഇഷ്ടപ്പെട്ട ഉള്ളി സാമ്പാർ, കാളൻ, ഓലൻ എല്ലാം നന്നായിരിക്കുന്നു. പിന്നെ മധുരപ്രിയയായ ഞാൻ ശർക്കര വരട്ടിയും പഴംനുറുക്കും കഴിച്ചു. പരിപ്രഥമനോട് നിർത്തി. ഊണ് കഴിഞ്ഞില്ലേ, ഇനി ഇത്തിരി വിശ്രമം എന്ന ഭാവത്തിൽ അങ്ങിങ്ങായി ഇരുന്ന് കുശലം പറയുന്ന അമ്മമാരുടെ ഫോട്ടോയും പകർത്തി. അവസാനം ഭഗവാന് വിളമ്പിയ ഇല മാത്രം ബാക്കിയായി. എത്ര എടുത്താലും തീരാത്ത അക്ഷയപാത്രം പോലെ. ശംഭോ മഹാദേവ.